ഈ സാഹചര്യത്തിൽ ആന്ധ്രയിൽ ജനങ്ങളിപ്പോൾ ഫോറസ്റ്റുകാർ അവിടെ തടഞ്ഞു വെച്ചു. അവിടേക്ക് ഞങ്ങൾ പോയിരുന്നു. അതിലേക്ക് ഞാൻ പിന്നീട് വരാം. ഇവിടെ നടക്കുന്നത് എന്താ നമ്മൾ ആലോചിക്കണം. കേരളവും കരുവാരക്കുണ്ടും ഒരു വന്യമൃഗ സങ്കേതമോ വന്യമൃഗ ഫോറസ്റ്റോ ഒന്നുമല്ല. വന്യമൃഗങ്ങൾ ഇന്ത്യയിലുള്ളത് നമ്മുടെ തൊട്ടടുത്ത് ദക്ഷിണേന്ത്യയിലുള്ളത് ഏറ്റവും കൂടുതൽ എവിടെയാ? കർണാടകത്തിലാണ്, ബന്ദിപ്പൂരാണ്. നമ്മളൊക്കെ മൈസൂരിലേക്കും ബാംഗ്ലൂരിലേക്കും പോണ ആളുകളല്ലേ. ബന്ദിപ്പൂർ കാട്ടിൽ ഗുണ്ടൽപേട്ട പ്രദേശത്തും ബന്ദിപ്പൂരിലും കാട്ടാനയും കാട്ടുപോത്തും വന്യമൃഗങ്ങൾ യഥേഷ്ടമുള്ള കാടാണ്. നമ്മൾ ചിന്തിക്കണം, അവിടെ ഒരാൾ പോലും ആനയുടെ ചവിട്ടേറ്റോ ആനയുടെ കുത്തേറ്റോ കടുവ തിന്നോ മരിച്ചിട്ടില്ല. എവിടെ? കർണാടകത്തിലെ ഗുണ്ടൽപേട്ടയിലും ബന്ദിപ്പൂരിലും. ഗവൺമെന്റ് അവിടെ ശക്തമായി ഇടപെടുകയാണ്. രാത്രി 7 മണി കഴിഞ്ഞാൽ അതിലെ ഗതാഗതം നിരോധിച്ചു. അവിടെ ഗേറ്റ് വെച്ചിരിക്കുന്നു. 6 മണി രാവിലെ 6 മണിക്ക് തുറന്നു കൊടുക്കുള്ളൂ. ജനങ്ങളുടെ സംരക്ഷണമാണ് ഗവൺമെന്റ് നോക്കുന്നത്. രാത്രി കാലങ്ങളിൽ അതിൽ സഞ്ചരിച്ചാൽ വന്യമൃഗങ്ങൾ പിടികൂടും. കാട്ടാനയുടെ കൂട്ടമാണ്, കാട്ടുപോത്തിന്റെ കൂട്ടമാണ്. നരിയും പുലിയും കടുവയുമുള്ള കാടാണ്. കരുവാരക്കുണ്ടല്ല, നരിയും പുലിയുമുള്ള കാട്. ഇത് അവിടെ നിന്നൊക്കെ ഒറ്റ തിരിഞ്ഞു വരുന്ന പുലിയും കടുവയും ആനയുമാണ് കരുവാരക്കുണ്ടിലും മഞ്ഞൾപ്പാറയിലും അടക്കാക്കുണ്ടിലും വട്ടമലയിലും ഒക്കെ വരുന്നത്. അല്ലാതെ ഇവിടെ പുലി സങ്കേതമല്ല. ഇത് നാടാണ്. കരുവാരക്കുണ്ട് ഫലഭൂയിഷ്ഠമായ മണ്ണുള്ള, കൃഷിയുള്ള, ജനവാസമുള്ള ഒരു പ്രദേശമാണ്. കാട്ടിൽ നിന്ന് തീറ്റ തേടി, വെള്ളം തേടി വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങാണ്. ഇത് തടയേണ്ടത് ആരാ? ഇത് തടയേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണ്. ഇവിടുത്തെ പഞ്ചായത്ത് ബോർഡ് ലത്തീഫും പൊന്നമ്മ ടീച്ചറും അല്ല. ഞങ്ങളത് പറയുന്നില്ല. സർക്കാരാണ് തടയേണ്ടത്. കേരള സർക്കാർ, വനവകുപ്പുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. അവരാണ് തടയേണ്ടത്. അവര് തടയുന്നില്ല. അവർക്കത് തടയാൻ നേരമില്ല.